ഹലോ പ്രിയ സ്നേഹിതരെ, എല്ലാവർക്കും ഇന്ത്യ ട്രാവൽ വ്യൂസ് ആൻഡ് കുക്കിംഗ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് യൂട്യൂബേഴ്സിന് ഏറെ പ്രയോജനം ചെയ്യുന്ന മൈക്ക് ആണ്. റെക്കോർഡിംഗ് മൈക്ക്. ഈ റെക്കോർഡിംഗ് മൈക്ക് എങ്ങനെ അൺബോക്സ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്ന് കാണിക്കുന്നത്. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു രൂപ പോലും നഷ്ടമില്ലാത്ത ഒരു ഉപകാരം ചെയ്യണം. നിങ്ങൾ ഇതൊന്ന് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയും ബെൽ ബട്ടൺ കൂടെ 2 തവണ ഒന്ന് ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്യുകയും ചെയ്യുക. ഈ ബോക്സ് നിങ്ങൾ കണ്ടല്ലോ. ഈ ബോക്സിലെ വിശേഷങ്ങളാണ് ഇനി ഇവിടെ പറയാൻ പോകുന്നത്. ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഏറെ പ്രയോജനമാകുന്ന നല്ലൊരു മൈക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് നല്ല പ്രയോജനം ചെയ്തിട്ടുണ്ട്. 2599 രൂപയാണ് ഈ മൈക്കിന്റെ റേറ്റ്. ആമസോണിൽ നിന്നാണ് ഇത് ബുക്ക് ചെയ്തത്. ഒരാഴ്ചക്കുള്ളിൽ മൈക്രോഫോൺ വരുവാനിടയായി തീർന്നു. ഇങ്ങനെയാണ് അതിന്റെ പാക്കിങ്. ഈ പാക്കിങ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് വളരെ വലിയ സാധനങ്ങളൊന്നുമില്ല, വളരെ സിമ്പിളാണ്. എന്നാൽ ഇതിന്റെ വില അനുസരിച്ച്, ഇതിന്റെ ക്വാളിറ്റി അനുസരിച്ചും നമുക്ക് ഏറെ പ്രയോജനപ്പെടുന്ന, എല്ലാ യൂട്യൂബേഴ്സിനും ഏറെ പ്രയോജനപ്പെടുന്ന ഒരു നല്ലൊരു ഐറ്റം ആയിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. നല്ല ക്ലാരിറ്റി ഉണ്ട്. പുറത്തു നിന്നുള്ള ശബ്ദങ്ങളും എല്ലാം ചിലപ്പോൾ കയറി വന്നേക്കാം. അതുകൊണ്ട് നമ്മൾ നല്ല അടച്ചുറപ്പുള്ള നല്ലൊരു മുറിയിലിരുന്ന് റെക്കോർഡ് ചെയ്താൽ നമുക്ക് റോഡ് സൈഡിലൊക്കെ ആണെങ്കിലേ വലിയ ബുദ്ധിമുട്ടുള്ളൂ. മറ്റുള്ള ശബ്ദങ്ങൾ യൂട്യൂബേഴ്സിന് പൊതുവെ മറ്റുള്ള ശബ്ദങ്ങൾ ആവശ്യമായതുകൊണ്ട് നമ്മുടെ ശബ്ദം മാത്രം അടങ്ങുന്ന മൈക്കുകൾ നമുക്ക് വാങ്ങാൻ കിട്ടും. എന്നാൽ ഈ മൈക്കായിരിക്കും കൂടുതൽ പ്രയോജനമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ വീഡിയോ പിടിക്കുമ്പോൾ മറ്റുള്ളവരുടെ ശബ്ദങ്ങളും മറ്റു പല ശബ്ദങ്ങളും എല്ലാം ലഭിക്കണമെങ്കിൽ ഈ കുറച്ചുകൂടി പവർഫുൾ ആയ ക്ലാരിറ്റി ഉള്ള മൈക്കാണ്. ഇതാണ് അതിന്റെ കാറ്റലോഗ്. ആ കാറ്റലോഗില് അതിന്റെ എല്ലാ നിർദ്ദേശങ്ങളും കൊടുത്തിട്ടുണ്ട്. കാരണം കാറ്റലോഗ് ഒന്നും നോക്കണമെന്നൊന്നും ഇല്ല. ഇത് വളരെ സിമ്പിൾ ആണ്. ഇത് വളരെ ഈസി ആയിട്ട്, ഇത് അതിന്റെ ഗ്യാരണ്ടി കാർഡാണ്. അതിന്റെ QR കോഡും ഇതെല്ലാം അത് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിയ ഉടനെ തന്നെ അത് QR കോഡ് സ്കാൻ ചെയ്ത് വാട്സാപ്പിൽ സെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ വാറണ്ടി നമുക്ക് എനേബിൾ ആകും. പിന്നെ നമുക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് തിരിച്ചു നൽകാനോ മറ്റുള്ള ആവശ്യത്തിനൊക്കെ അത് ഉപകരിക്കും. ഇതങ്ങനെ വലിയ കംപ്ലൈന്റ് ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം കംപ്ലൈന്റ് ആണുള്ളതൊന്നും ഇല്ല ഇതിനകത്ത്. ആകെ 2 മൈക്രോഫോണും പിന്നെ മറ്റൊരു അഡാപ്റ്റർ പിന്നും പിന്നെ ഒരു കോഡ് വയറുമാണ് ഇതിലുള്ളത്. വേറെ ഒന്നുമില്ല, എല്ലാം സിമ്പിളാണ്. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് 2 മൈക്രോഫോണും പിന്നെ ഒരു പിന്നുമുണ്ട്. ഇതാണ് അതിന്റെ ഫോണിൽ കുത്തുന്ന പിന്ന്. അത് ഫോണിൽ കുത്തി കഴിയുമ്പോൾ ഈ മൈക്രോഫോൺ ഓപ്പൺ ആവും, ഓൺ ആവും. അത് ഓട്ടോമാറ്റിക് തന്നെ ഓൺ ആയിട്ട് വരുള്ളൂ എടുക്കുമ്പോൾ തന്നെ. കാരണം അതിന്റെ ബോക്സ് ചാർജറാണ്. ബോക്സിൽ എപ്പോഴും അത് നമ്മുടെ പവർ ബാങ്ക് പോലെ എപ്പോഴും അത് ചാർജ് ആയിക്കൊണ്ടേയിരിക്കും, അത് ഫുൾ ആയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മൾ കൂടെ ഇതൊന്നും ചാർജ് ചെയ്യണമെന്നില്ല. അത് മാസത്തിലൊരിക്കലോ 2-3 മാസത്തിലൊരിക്കലോ ഒക്കെ ചാർജ് ചെയ്താലും മതിയാകും. അതുകൊണ്ട് എപ്പോഴും ചാർജിങ്ങിന്റെ ആവശ്യമൊന്നും വരുന്നില്ല. ഇനി നമ്മൾ അടുത്ത ഒരു ചെറിയ ബോക്സ് ഉണ്ട്. അതെടുത്ത് കഴിയുമ്പോൾ അതിനകത്ത് ഒന്നുമില്ല. അതിനകത്ത് ഒരു 2 മൈക്കിൽ കുത്തുന്ന 2 സ്പോഞ്ച് ഉണ്ട്. അത് തുറന്ന് നോക്കുമ്പോൾ നമുക്കറിയാം അതിനകത്ത്
ഞാനിത് പൊട്ടിച്ചില്ല, പൊട്ടിക്കാത്തതുകൊണ്ട് അത് തുറന്നെടുക്കാൻ ചില ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. വലിച്ചെടുത്താൽ അത് കീറിപ്പോകും. അതുകൊണ്ട് മടക്കി കൊടുക്കണമെങ്കിലോ എന്തെങ്കിലും കംപ്ലൈന്റ് ഒക്കെ ഉണ്ടോ നമുക്ക് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ചെക്ക് ചെയ്തിട്ട് അത് തിരിച്ചു കൊടുക്കേണ്ടതുണ്ടെങ്കിൽ, അത് ഡാമേജ് ഉണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കത്തില്ല. അതുകൊണ്ട് ബോക്സ് അൺബോക്സ് ചെയ്യുമ്പോൾ ബോക്സോ മറ്റുള്ള സാധനങ്ങളോ അതിന്റെ ഒരു സാധനവും നമ്മൾ ഡാമേജ് വരാതെ അത് ധൃതി പിടിച്ച് വലിച്ചു പറിച്ചൊക്കെ എടുത്താൽ പിന്നെ നമുക്ക് തിരിച്ചു കൊടുത്താൽ അവരെടുക്കത്തില്ല, നമ്മുടെ പൈസ വേസ്റ്റ് ആകും. അതുകൊണ്ട് നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഇതുപോലെ ഡാമേജ് ഇല്ലാതെ ബോക്സ് വരെ നമ്മൾ എടുക്കേണ്ടതാണ്. ഏതൊരു സാധനവും നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോൾ, നമ്മൾ പുതിയതായിട്ട് തുറന്ന് ഉപയോഗിക്കുമ്പോൾ അത് ഡാമേജ് ഇല്ലാതെ എല്ലാ സാധനങ്ങളും എടുത്ത് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നിട്ട് എന്തെങ്കിലും നമ്മൾ കാരണവശാൽ തിരിച്ചു കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അത് എക്സ്ചേഞ്ച് ചെയ്യാനോ മറ്റുള്ളതിനാണെങ്കിൽ പോലും ഡാമേജ് ഇല്ലാതെ അങ്ങനെ തന്നെ തിരിച്ചു കൊടുത്താലേ കാരണം അത് അംഗീകരിക്കത്തുള്ളൂ, അല്ലെ നമ്മുടെ പൈസ കട്ടാവും. ഇതിനകത്ത് 2 സ്പോഞ്ച് ഉണ്ട്, അതേപോലെ ഒരു കേബിളുണ്ട്. ആ കേബിള് ഈ സ്പോഞ്ച് ഈ മൈക്കിൽ കുത്തിവെക്കാനുള്ളതാണ്. കാരണം ആ സ്പോഞ്ചിന്റെയും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല, അത്രയും കൂടി ശബ്ദം ബ്ലോക്ക് ആകത്തേ ഉള്ളൂ. കാരണം ഞാൻ സ്പോഞ്ച് വെക്കാതെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം നമ്മൾ പിൻ ചെയ്ത് കഴിയുമ്പോൾ, ഷട്ടിലോ ജുബയിലോ പിൻ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ സ്പോഞ്ചിന്റെ ആവശ്യം വരുന്നില്ല. വായോട് ചേർത്ത് പിടിച്ച് സംസാരിക്കാനാണെങ്കിൽ നമുക്ക് ആ സ്പോഞ്ചിന്റെ ആവശ്യം വരുന്നുള്ളൂ. കുറച്ചുകൂടി ശബ്ദം ക്ലിയർ ആയിട്ട് കിട്ടണമെങ്കിൽ സ്പോഞ്ച് ഇല്ലാതെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അങ്ങനെ ഈ 2 മൈക്രോഫോണിലും റെക്കോർഡിംഗ് മൈക്രോഫോണിലും ആ സ്പോഞ്ച്, അതുപോലെ അതിന് ലോക്കുണ്ട്, അതേപോലെ ക്ലിപ്പുണ്ട്. ഷട്ടിൽ കുത്തിവെക്കാനും ജുബയിൽ പോക്കറ്റിൽ കുത്തിവെക്കാനും ഒക്കെ ക്ലിപ്പുണ്ട്. ഇതിപ്പോ ഓട്ടോമാറ്റിക് ഓൺ ആണ്. നമ്മൾ ഈ അഡാപ്റ്റർ പിന്ന് അതിലേക്ക് ഫോണിലേക്ക് അതിന്റെ ചാർജ് ചെയ്യുന്ന, നമ്മൾ ബാറ്ററി വയർ ചാർജ് കുത്തുന്ന ആ സ്ഥലത്തേക്ക് കുത്തി അങ്ങ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓണായി കഴിഞ്ഞു. വേറെ ഒന്നുമില്ല. നമ്മുടെ ചാർജിങ് കേബിള് കുത്തുന്ന സ്ഥലത്തേക്ക് ഇതങ്ങ് കുത്തി വെച്ചാൽ സംഗതി ഓട്ടോമാറ്റിക് വർക്കാവും. പിന്നെ നമ്മുടെ മൈക്രോഫോണിലും ഓണും ഓഫും സ്വിച്ച് ഉണ്ട്. നമുക്ക് ആവശ്യമില്ല എങ്കിൽ ഓഫ് ചെയ്ത് വെക്കാം. ആ സൈഡിൽ കാണുന്ന ആ ബട്ടൺ വീണ്ടും ഒന്നുകൂടി അമർത്തുകയാണെങ്കിൽ അത് ഓഫ് ആവും. ഇതങ്ങനെ പെട്ടെന്ന് ചാർജൊന്നും പോകുന്ന ഇതല്ല. നിങ്ങൾ 6 മണിക്കൂർ കണ്ടിന്യൂസ് ഉപയോഗിച്ചാലും ഇതിന്റെ ചാർജ് അങ്ങ് അധികമായിട്ട് അങ്ങനെ പോകുന്നില്ല. ചാർജ് പോയാൽ തന്നെയും നമ്മൾ ആ ബോക്സിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് അതിൽ കിടന്ന് തന്നെ അത് ചാർജ് ആയിക്കോളും. അത് പവർ ബാങ്ക് പോലെ അത് വർക്കാവും. ഇപ്പൊ അതിന്റെ ആ സ്പോഞ്ച് ഊരുന്നത് ഇങ്ങനെയാണ്. സൈഡിലേക്ക് ഒന്നിങ്ങനെ വലിച്ചു കൊടുത്താൽ സ്പോഞ്ച് ഊരിപ്പോവും. അവിടെ ഒരു ചെറിയ ലോക്കുണ്ട്. ഇനി നമ്മളത് വീണ്ടും ആ ബോക്സിലേക്ക് വെക്കുകയാണ്. ബോക്സിലേക്ക് വെക്കുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക് ഓൺ ആയി കഴിഞ്ഞു. ഇപ്പോൾ ചാർജിങ് ആരംഭിച്ചു കഴിഞ്ഞു. ഒരു സൈഡിൽ ചാർജിങ് തുടങ്ങി കഴിഞ്ഞു. ഇപ്പോൾ 2 ഇട്ട് കഴിഞ്ഞപ്പോൾ 2 സൈഡിലും ചാർജിങ് തുടങ്ങി കഴിഞ്ഞു. ഇപ്പൊ അതിന് ഇങ്ങനെ ഓട്ടോമാറ്റിക് ചാർജായി ഫുൾ ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഈ മൈക്രോഫോണിന്റെ സിസ്റ്റം കാണപ്പെടുന്നത്. നമ്മൾ ഇത്രയേ ഉള്ളൂ, വെറും സിമ്പിളാ. ഇതാണ് അതിന്റെ ചാർജിങ് കേബിള്. നമുക്ക് അതിന്റെ സൈഡിൽ ചാർജിന്റെ കണക്ട് ചെയ്യുന്ന സ്ഥലമുണ്ട്. അതിനകത്തേക്ക് കുത്തി അങ്ങ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ 1 മാസത്തിലോ 2 മാസത്തിലോ ചാർജ് ചെയ്താൽ മതിയാകും. എപ്പോഴും ചാർജ് ചെയ്യണമെന്നൊന്നുമില്ല. ഞാൻ തനിയെ തന്നെയാണ് വീഡിയോ പിടിക്കുന്നത്, അതുകൊണ്ടാണ് ഒരു കൈ കൊണ്ടെല്ലാം ചെയ്യുന്നത്. ഇപ്പോ ഞാൻ മൊബൈൽ വെക്കാനായിട്ട് ഒരു സ്റ്റാൻഡ് വാങ്ങിയിട്ടുണ്ട്. ആ സ്റ്റാൻഡും ഞാൻ അൺബോക്സ് ചെയ്ത് നിങ്ങളുടെ അടുത്ത വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ നിങ്ങൾക്ക്
ഒരു നഷ്ടവുമില്ലാത്ത ഒരു ഉപകാരം ചെയ്യുക. ഇപ്പോൾ തന്നെ മറന്നു പോകാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടെ ഒന്ന് 2 തവണ ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് 1 രൂപ നഷ്ടമില്ല. കാരണം ആരെങ്കിലും എന്റെ ഒരു സബ്സ്ക്രൈബ് രക്ഷപ്പെടുമെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതി വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളിത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. ബോക്സ് വീണ്ടും തിരിച്ചു വെക്കുകയാണ്. അത് എങ്ങനെ നമുക്ക് ലഭിച്ചുവോ അതേപോലെ തന്നെ നമ്മളത് ബോക്സിലേക്ക് തിരിച്ചു വെക്കുകയാണ്. കാരണം ഇതിപ്പോ തന്നെ എടുത്ത് ഉപയോഗിക്കാനുള്ളതാണ്. ഇതിപ്പോ തന്നെ എടുത്ത് ഉപയോഗിക്കേണ്ടതായതുകൊണ്ട് ഇപ്പൊ ഞാനത് വീഡിയോയ്ക്ക് വേണ്ടി അത് ബോക്സിലേക്ക് വീണ്ടും റീസെറ്റ് ചെയ്ത് കാണിക്കുന്നു എന്നേ ഉള്ളൂ. ഇനി അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ബോക്സിലേക്കൊന്നും തിരിച്ചു വെക്കുന്ന പരിപാടിയില്ല. പിന്നെ എപ്പോഴും ഫുൾ ടൈം വീഡിയോയും പ്രവർത്തനങ്ങളൊക്കെ ആയിരിക്കും. ഇത്രയും സാധനമേ ഇതിനകത്തുള്ളൂ. വളരെ സിമ്പിളാണ്. ഇതിനകത്ത് കേടാകാനുള്ള യാതൊന്നും തന്നെ ഇല്ല. പിന്നെ നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ സാധനം വന്നിട്ട് വേണം പൈസ കൊടുക്കാൻ. കാരണം ആമസോണിലൊരു കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ തന്നെ ക്യാഷ് ഡെലിവറി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് റിട്ടേൺ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണവശാൽ റിട്ടേൺ ചെയ്താൽ പിന്നെ ആ പൈസ എവിടെ പോയി വാങ്ങണം നമുക്ക് ഒരു പിടിയില്ലാതായി പോകും. അങ്ങനെ എന്റെ 3-4 പ്രാവശ്യം എന്റെ പൈസ പോയിട്ടുണ്ട്. അതുകൊണ്ട് അവര് വീണ്ടും വീണ്ടും ചോദിക്കുക ഏത് നമ്പറിൽ അയക്കണോ എങ്ങനെ അയക്കണോ, ഒരു റിപ്ലൈയും കാണത്തില്ല. പൈസ പോയത് തന്നെ ആരോട് ചോദിക്കാൻ എവിടെ പോയി ചോദിക്കാനൊന്നും അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ സാധനം നല്ല ഗ്യാരണ്ടി ഉണ്ടോ എന്നൊക്കെ പരിശോധിച്ചതിന് ശേഷം 10 ദിവസത്തിനകം നമുക്ക് റിട്ടേൺ ചെയ്യാനുള്ള സമയമുണ്ട്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് തുറന്ന് ഉപയോഗിക്കാം. തുറന്ന് പൊട്ടിച്ചാലും നമ്മൾ വീണ്ടും അത് സ്റ്റിക്കർ ഒന്നും ഒട്ടിച്ച് ക്ലോസ് ചെയ്യരുത്. അത് വീണ്ടും അവർ വന്ന് മറ്റേ ഡെലിവറി ബോയ് പരിശോധിച്ചതിന് ശേഷമേ അവരത് കൊണ്ടുപോകത്തുള്ളൂ. സ്റ്റിക്കർ ഒട്ടിച്ചു കഴിഞ്ഞാൽ വീണ്ടും പഠിച്ച് പറിച്ച് പിന്നെ അതിൽ ഡാമേജ് ആയാൽ പിന്നെ അത് നമ്മുടെ തലയിൽ വരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത് നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഈ മൈക്രോഫോൺ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ വാങ്ങി യൂസ് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് കരുതിയാണ് ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നത്. ഇത് നിങ്ങൾ മറ്റുള്ളവർക്കും യൂസ് ആകാൻ വേണ്ടി മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലെ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റും ചെയ്യുക. നിങ്ങളുടെ അനുഭവവും നിങ്ങളുടെ അഭിപ്രായവും കൂടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതൊരു പ്രോത്സാഹനമായിരിക്കും. എൻ്റെ ഒരു പുതിയ ചാനലാണ്, വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെ പ്രോത്സാഹനവും നിങ്ങളുടെ സ്നേഹവും സന്തോഷവും ആദരവും ഒക്കെ ഉണ്ടെങ്കിലേ ഞങ്ങളെ പോലുള്ളവർക്ക് വളരാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ തുടക്കത്തിൽ നിങ്ങൾ എത്ര ഭാരപ്പെട്ടു കഷ്ടപ്പെട്ടു അതെല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ. അതേപോലെ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എനേബിൾ ചെയ്യുക. അതേപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി മറ്റൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ, ടാറ്റ, താങ്ക്സ് ഫോർ വാച്ചിങ്. നാളെ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കടന്നു വരാം. എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു.